വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഹറാസ് ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയുള്ള ഐറ്റംസ് ആണെന്ന്. അപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ആ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തമിഴെ കണ്ട പോലെ തന്നെ 2 കപ്പ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മലബാർ സ്പെഷ്യലാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയാണ് കേട്ടോ. മേന്മ എന്നുള്ളൊരു ഫുഡിന്റെ ഒരു പത്തിരിപ്പൊടി ഞാൻ ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പത്തിരി ചൂടുന്ന പത്തിരിപ്പൊടി. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് പൊടിയിലാണ് പത്തിരി ചുടാറുള്ളത് എന്ന്. അപ്പൊ ഞാൻ അതാ കൊണ്ടാണ് കേട്ടോ ഇത് കാണിച്ചു തന്നത്. ഞാൻ ഇപ്പോൾ ഒരു 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിന് ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് പൊടി എടുക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പത്തിരിപ്പൊടി എടുക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ എടുത്ത് അനുസരിച്ചിട്ട് 1.5 കപ്പിന് അനുസരിച്ചിട്ട് വെള്ളമാണ് കേട്ടോ. അളവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എടുക്കുന്ന പൊടി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അനുസരിച്ചിട്ട് നമ്മൾ പൊടി കുഴച്ച് കൊടുത്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കുക വേണ്ടത് കേട്ടോ. നോർമൽ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള വാട്ടറാണ്. ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് വേണം നമ്മളിത് ആക്കിയെടുക്കാൻ. അതിനുശേഷം റെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമ്മൾ ആ ഒരു അരി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ നമ്മൾ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. വേഗം തന്നെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിലായി കിട്ടും. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ ഓരോരോ അണപ്പത്തിരി നന്നിട്ട് നമ്മളെ ഇവിടെ ഇതിന്റെ ഈ റെസിപ്പിക്ക് പേര് പറയാ. ചില ആൾക്കാർ പിടി അങ്ങനെ പല പല പേരും ഇതിന് ഇടുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇവിടെ കണ്ണൂരിൽ ആണപ്പത്തിരി എന്നാ പറയാം. അപ്പൊ ഇതുപോലെ ഓരോ പത്തിരിയും ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് കുഴി പോലെ ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ ഉണ്ട്. ഈ രൂപന്റെ ആ ഒരു വണ്ണത്തിൽ മാത്രമാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ അതുപോലെ മുഴുവനായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കട്ടോ. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മെനക്കേടെന്ന് വെച്ചാൽ ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് മെനക്കേട് കേട്ടോ. അപ്പൊ നമ്മുടെ ആണുപ്പത്തിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് മുഴുവൻ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ഓയിലാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പോവില്ല കേട്ടോ. ഇതുപോലെ ഓരോന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുന്നായിട്ട് ഞാൻ ഒരു ആവിയിൽ വെള്ളം ഇതുപോലെ ഒന്ന് പറച്ചമ്മിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി തട്ടിലേക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിലേക്ക് ഞാൻ അരിപ്പ് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ അരിപ്പ് വെച്ച് കൊടുത്തിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു പത്തിരി ഒട്ടിപ്പിടിക്കാണ്ട് വേഗം തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ഇല വെച്ച് കൊടുത്താലും മതി നമ്മുടെ വാഴയില. അപ്പൊ ഇതുപോലെ ഓരോരോ പത്തിരി കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ട ആ ഒരു ഇതേ ഉള്ളൂ. കാരണം പത്തിരി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് മസാല വേണം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് വലിയ തക്കാളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, ഇഞ്ചി, ചെറിയൊരു പീസ് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവിന് ആവശ്യമായിട്ട് എടുക്കട്ടോ. അപ്പൊ ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പേസ്റ്റ് ഒന്ന് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലോണം സോഫ്റ്റ് ആവേണ്ട കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറിയൊരു ആ ഒരു സോഫ്റ്റ് ആയിട്ട് ചെറിയ രീതിയിലൊന്നായിട്ട് വരുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യട്ടോ. അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പച്ചമുളകില്ല നേരത്തെ നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യട്ടോ.
അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇവിടെ വെക്കട്ടെ. അപ്പൊ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ബീഫാണ് കേട്ടോ. ബീഫ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കൊട്ട് നല്ലതാണ് കേട്ടോ. ആവശ്യത്തിന് 3-4 കൊട്ടും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫിന്റെ കൊട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ആയി അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ബീഫ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് വേവ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ നല്ല രീതിയിലൊന്ന് വെന്തിട്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും 1 ടീസ്പൂണും മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമ്മുടെ ബീഫ് കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ച നമ്മുടെ ബീഫ് അതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോയിൽ കുറച്ച് കുറവായിട്ടുള്ള ബീഫാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ബീഫ് ഇതിന് കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. വലിയ പീസിനെക്കാട്ടിയും ചെറിയ പത്തിലായതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പത്തിൽ, ആണപ്പത്തിൽ എന്നൊക്കെ ഇതിന് പറയട്ടെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയ രീതിയിൽ ബീഫ് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ചെറിയ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ മസാലയ്ക്ക് ഒന്ന് ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2-3 പിടി നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു അരമുറി സവാളയും, പിന്നെ 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് പിളർപ്പാക്കി ഇട്ട് കൊടുത്ത ആവശ്യത്തിന് കുറച്ച് നല്ലോണം വെള്ളം വേണ്ട, ഒരു ഇത്തിരി വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടോ. ഈ ഒരു രൂപത്തിലൊന്ന് അടിച്ചെടുക്കുക. അപ്പൊ വെള്ളം ഇല്ലാണ്ടെടുക്കുന്നത് നല്ലത്. കാരണം നമ്മള് ബീഫ് വേവുന്ന ആ ടൈമിലുണ്ടാവും, ബീഫ് വേവുന്ന ആ ടൈമിൽ നല്ല വെള്ളം ഉണ്ടാവട്ടെ അതില്. അപ്പോൾ വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അത് നല്ല രീതിയിൽ ഒന്ന് ബീഫ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു അരപ്പ് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു അരപ്പിലേക്ക് വെള്ളം വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അരക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം ഇല്ലാണ്ട് നോക്കുക. പിന്നെ നല്ല ചളി പോലെ ആവും. അപ്പോൾ വെള്ളം കുറച്ച് കുറക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ബീഫും ഇതൊക്കെ ഇനി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരും കേട്ടോ. നല്ല രീതിയിൽ തിള വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു ചെറിയ കുഞ്ഞിപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ ഇത് തിള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്ത് തിള വരുന്ന ആ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവ് നല്ലതാണ് ഇതിന്. അപ്പൊ ആ തിളച്ച് വരുന്ന ഒരു ടൈമിൽ നമ്മൾ പത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിരി ഇട്ടാ നമ്മുടെ ആണപ്പത്തിൽ എന്ന് പറയും, ആണപ്പത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ ഇതൊന്ന് മിക്സായി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡി ആവട്ടെ. ഇതിലേക്ക് ഇനി മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പത്തിരി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പൊ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല, കാരണം നല്ലോണം വെന്തതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കരുത്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു മസാല ആ ഒരു പത്തിരിയായിട്ട് നല്ല രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ കോട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തി, ഒരു പിടി മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. കസൂരി മെത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു മല്ലിയിലയും ഇതും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള, ഒരിക്കലും നമ്മൾ ഇത് ഒരു വട്ടമാക്കിയ പിന്നെ ഒരു ആഴ്ചയിൽ എപ്പോഴും ഒരു പ്രാവശ്യം നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കട്ടെ. അടിപൊളി അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, മലബാറിന്റെ സ്പെഷ്യൽ ആണ്. ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കമന്റും ഒക്കെ ഒന്ന് അറിയിക്കുക. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അത് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.